അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക താൽപര്യത്തിന് മുൻഗണന. രാജ്യത്തെ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും താൽപര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകളില്ല. പ്രത്യാഘാതങ്ങൾ നേരിടാൻ ഭാരതം തയ്യാറാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. अपने किसानों का हित सर्वोच्च प्राथमिकता है। भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं। ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ജിഷ്ണു, ഈ അമേരിക്കയുടെ ഭാഗത്ത് നിന്നൊക്കെ ചില വെല്ലുവിളികളും മറ്റും ഉയരുന്ന ഘട്ടത്തിൽ ഭാരതം പഴയ ഇന്ത്യയല്ല, മറിച്ച് ഇപ്പോഴത്തെ ഭാരതം ഒരു തരത്തിലുമുള്ള വെല്ലുവിളികൾക്ക് മുന്നിൽ അടിപതറില്ല, മറിച്ച് ലോകത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തിയായി ഈ രാഷ്ട്രം തല ഉയർത്തി നിൽക്കും എന്ന സന്ദേശം ഒരിക്കൽ കൂടി നമ്മുടെ പ്രധാനമന്ത്രി നൽകുകയാണല്ലോ ജിഷ്ണു. ഗൗതം, കൃത്യമായ ശക്തമായ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനോടകം തന്നെ അമേരിക്കയുടെ വെല്ലുവിളികൾക്കും പ്രകോപനങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഡൽഹിയിൽ MS സ്വാമിനാഥൻ സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വില, അതായത് കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീര കർഷകരുടെയും താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അവരുടെ സംരക്ഷണവും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിപണിയും മാർക്കറ്റ് ഉറപ്പാക്കുന്നതിനും ഏത് തരത്തിലുമുള്ള നിലപാടുകൾ ഭാരതം സ്വീകരിക്കും, അതിൽ നിന്ന് വിട്ടുവീഴ്ചയുണ്ടാകില്ല. നമുക്കറിയാം അതിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് നേരിടാനും സധൈര്യത്തോടെ മുൻപോട്ട് പോകാനും തയ്യാറാണ് എന്നുള്ളതാണ് ആ രാജ്യത്തിന്റെ ഭരണാധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആദ്യം 25% അധിക തീരുവ, അതിന് പിറകെ ഇന്നലെ വീണ്ടും 25% കൂടി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് 50% മുകളിലാണ് അമേരിക്ക തീരുവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമുണ്ട്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമേരിക്കയുടെ ഈ പ്രകോപനവും വെല്ലുവിളിയും. പക്ഷേ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് പുതിയ ഭാരതമാണ്. 2014 ശേഷം ഇങ്ങോട്ട് ഭാരതത്തിന്റെ യാത്ര പരിശോധിക്കുമ്പോൾ ലോകരാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളിൽ അമേരിക്ക, ചൈന, അച്ചുതണ്ട് മാത്രമായിരുന്നു ലോകരാഷ്ട്രീയത്തെയും ലോകരാഷ്ട്രങ്ങളെയും നിയന്ത്രിച്ചിരുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് അഭിപ്രായങ്ങൾ പറയാനും ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനും പോന്ന സാമ്പത്തിക സൈനിക ശക്തിയായി ഇന്ന് നമ്മുടെ ഭാരതം വളരുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാനും വ്യാപാര ബന്ധം ഭാരതത്തിന്റെ രാജ്യ താൽപര്യങ്ങൾക്കനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനും രാജ്യത്തിനകത്തെ കർഷകരുടെയും ക്ഷീര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും രാജ്യത്തിനകത്ത് ഉൽപാദന ശേഷിയുള്ള അല്ലെങ്കിൽ ഉൽപാദനം നടത്തിവരുന്ന നമ്മുടെ സ്വന്തം പൗരന്മാരുടെ ഉൽപ്പന്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള മാർക്കറ്റ് കണ്ടെത്താൻ ഭാരതത്തിന് സാധിക്കുമെന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇനിയും വാങ്ങിക്കും, അതല്ലെങ്കിൽ അതിൽ വില കുറഞ്ഞ് എവിടെ ലഭിക്കുമോ അവിടെ നിന്ന് വാങ്ങിക്കും. ഭാരതത്തിൽ ഇത്തരത്തിൽ ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് ഊർജ്ജം ഉറപ്പാക്കുക, മാർക്കറ്റിൽ കുറഞ്ഞ വിലയിൽ എടുത്തുകൊണ്ട് രാജ്യത്തിന്റെ വ്യാപാര നയം ഉറപ്പാക്കുക, രാജ്യത്തിന്റെ നിലപാടുകൾ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഭാരതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അമേരിക്ക ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ റഷ്യയോടും മറ്റു രാജ്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് മുൻപോട്ട് പോകും. ഇനി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് മറ്റു തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ അതിനെയും നേരിടാൻ തയ്യാറാണ്, ഏത് പ്രത്യാഘാതത്തെയും നേരിടാൻ തയ്യാറാണെന്ന പ്രഖ്യാപനമാണ്. അതായത് ഒരു കാലത്ത് ഈ അമേരിക്ക അതല്ലെങ്കിൽ ചൈന എന്നൊക്കെ പറയുന്ന ചില ശക്തികൾ നിയന്ത്രിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതൊരു വസ്തുതയാണ്. പക്ഷേ നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ 2014 ശേഷം അത് ഈ പറയുന്ന ചൈനയാണെങ്കിലും ശരി അമേരിക്കയാണെങ്കിലും ശരി അവർക്ക് അവരുടെ നിലപാടുകൾ പറയാം, പക്ഷേ ഭാരതത്തിൻ്റെ നിലപാട് അത് ഈ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് അനുസൃതമാകും എന്ന സന്ദേശം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയല്ലേ പ്രധാനമന്ത്രി?
ഗൗതം, ആ നിലപാട് വളരെ കൃത്യമായി ഉറക്കെ ഉച്ചത്തിൽ ശക്തമായി ഭാരതം പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. നേരത്തെ ഇത്തരത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമല്ല, പാകിസ്ഥാന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ പോലും അമേരിക്കയുടെ സഹായം തേടിയിരുന്ന പഴയ ഇന്ത്യയുടെ ഭരണാധികാരികളെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിൽ എന്ത് പ്രതിസന്ധികളാണെങ്കിലും എന്ത് മുൻപോട്ട് പോക്കാണെങ്കിലും ലോകരാഷ്ട്രീയത്തിലെ ഏത് വിഷയമാണെങ്കിലും വ്യാപാര വാണിജ്യ മേഖലയിൽ വന്നിട്ടുള്ള പ്രതിസന്ധിയോ മറ്റു വിഷയങ്ങളാണെങ്കിലും ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും ഭാരതത്തെ ശക്തമായി മുൻപോട്ട് നയിക്കുന്നതിനും രാജ്യത്തിനകത്തുള്ള ഭരണാധികാരികൾക്ക് സാധിക്കും. ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന കൃത്യമായിട്ടുള്ള സന്ദേശം നൽകാൻ ഇന്ന് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഈ ഒരു വെല്ലുവിളി ആദ്യഘട്ടത്തിൽ 25% തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വെല്ലുവിളിയിൽ ഭാരതം കീഴടങ്ങുമെന്നും അതല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുൻപിൽ ആ ഒരു നിലപാട് അത്തരത്തിൽ അമേരിക്കയുടെ നിലപാടിനൊപ്പം നിൽക്കും എന്നുള്ള ചിന്താഗതിയൊക്കെ ട്രംപ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്കുണ്ടായിരുന്നെങ്കിൽ ട്രംപ് എന്നല്ല, രാജ്യത്തെ ഏത് ഭരണാധികാരിയാണെങ്കിലും ഭാരതത്തിന്റെ നിലപാടുകളും തീരുമാനങ്ങളും ഈ രാജ്യത്തിന്റെ നിലപാടുകൾക്കനുസരിച്ച് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ഇന്ന് ഡൽഹിയിൽ MS സ്വാമിനാഥൻ സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത്. ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, സ്വാഭാവികം. പക്ഷേ അത് നേരിടാനും അതിനെ മറികടന്നുകൊണ്ട് മുൻപോട്ട് പോകാനും തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. അത് രാജ്യത്തിനകത്തെ കർഷകരുടെയും ഉൽപാദകരുടെയും അവരുടെ നിലപാടുകൾ അവരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകും എന്ന് പറയുമ്പോൾ ആരൊക്കെയായി വ്യാപാരം ചെയ്യണം, ഏത് രീതിയിൽ വ്യാപാരം ചെയ്യണം, രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾ എവിടെ മാർക്കറ്റ് ചെയ്യണമെന്ന കൃത്യമായിട്ടുള്ള ധാരണയും തീരുമാനവും ഇന്നത്തെ ഭരണകൂടത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അമേരിക്ക ഇനി 50 അല്ല 100 തീരുവ കൂട്ടിയാലും അല്ലെങ്കിൽ 100% മുകളിലേക്ക് തീരുവ ഉറപ്പിച്ചാലും ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് വിപണികൾ കണ്ടെത്താനും ആ മൂല്യം കണ്ടെത്താനും അതിന്റെ വിപണനം ഉറപ്പാക്കാനും സാധിച്ചാൽ ശക്തമായി തന്നെ ഭാരതത്തിന് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഉപരോധം ഏർപ്പെടുത്താനോ പഴയ പോലെ അമേരിക്ക കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന രാജ്യമാകാനോ ഭാരതത്തിന് സാധിക്കില്ല എന്നത് ഉറപ്പാണ്. അമേരിക്ക ചൈന അച്ചുതണ്ടിനപ്പുറത്തേക്ക് ഒരു പുതിയ സാമ്പത്തിക സൈനിക ശക്തിയായി മാറാനും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മുൻപ് എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അതിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് നമുക്കറിയാം. അമേരിക്ക ഇടപെട്ടു, ചൈന ഇടപെട്ടു എന്ന വാർത്തകൾ മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ആ ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ആവശ്യപ്പെടുന്നത് ഭാരതം ഇടപെടണം, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇടപെടണം എന്ന ആ സ്ഥിതിയിലേക്ക് അത്തരമൊരു സാഹചര്യത്തിലേക്ക് ലോകരാഷ്ട്രീയം ഉരുത്തിരിയുമ്പോഴാണ് ഭാരതത്തെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വഴങ്ങാൻ ഉദ്ദേശമില്ലെന്നും പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ അത് നേരിടാനും അത് മറികടക്കാനും രാജ്യത്തിന്റെ ഉൽപ്പന്നം എവിടെ മാർക്കറ്റ് ചെയ്യണമെന്നും ഉൽപാദകരുടെ നിലപാടുകൾ അവരുടെ സംരക്ഷണം ഉറപ്പാക്കാനും ഇന്ന് രാജ്യത്തിന് ശേഷിയുണ്ട് എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ഗൗതം. ജിഷ്ണു, നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുന്ന ഘട്ടത്തിലാണ് ആദ്യമായി അമേരിക്ക അനാവശ്യമായ ചില പ്രസ്താവനകൾ നടത്തിയത്. കാരണം പാകിസ്ഥാൻ ഭാരതത്തിന് മുന്നിൽ കേണപേക്ഷിച്ചതിനെ തുടർന്ന് നമ്മൾ വെടിനിർത്തലിന് തയ്യാറാകുന്ന ഒരു പശ്ചാത്തലത്തെ താനാണ് വെടിനിർത്തലിന് നേരിട്ട് ഇടപെട്ടത് എന്ന രീതിയിലേക്ക് ട്രംപിന്റെ പ്രസ്താവന വരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പ്രസ്താവനയെ തള്ളിയതൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. പാർലമെന്റിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. അതിനുശേഷമാണ് ഈ അധിക തീരുവ മുന്നോട്ട് വെച്ചുകൊണ്ട് ഭാരതത്തിന് മേൽ ഒരു സമ്മർദ്ദമുണ്ടാക്കാനുള്ളൊരു ശ്രമം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തുടരെ ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായ സന്ദേശം എന്ന് പറയുമ്പോൾ ഇത്തരം പ്രകോപനത്തിന് ഈ രാഷ്ട്രം വഴങ്ങത്തില്ല എന്നത് ഒരിക്കൽ കൂടി അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിലേക്ക് വയ്ക്കുകയല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കുമൊക്കെയാണ് വലിയ പ്രാധാന്യം. അവരുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടേ ഈ സർക്കാർ മുന്നോട്ട് പോകൂ. അതല്ലാതെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കാൻ ഈ ഭരണകൂടം എന്തായാലും ഒരുക്കമല്ല എന്ന സന്ദേശമല്ലേ പ്രധാനമന്ത്രി നൽകുന്നത്. ഗൗതം, അമേരിക്കയെ ചൊടിപ്പിച്ച ഒരു നിലപാട് തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂരിൽ ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന പ്രതികരണങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയവും നടത്തിയത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത് മടങ്ങിയെത്താം ഇപ്പോൾ.